നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒരു കോമഡി പീസ് ആക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സത്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ അജ്ഞതയെ മുതലെടുത്താണ് വി.ഡി. സതീശൻ വാർത്തകളിലും തലക്കെട്ടിലും നിറയുന്നത്. സത്യം പുറത്തു വരുമ്പോൾ എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ ട്രോളും പരിഹസിക്കും. മാധ്യമങ്ങൾ ഒരു സൈഡ് വഴി രക്ഷപ്പെടുകയും ചെയ്യും. ഒരുപോലെ അവർ പ്രസിദ്ധീകരിച്ച ഈ തലക്കെട്ടുകൾ നോക്കൂ. ആദ്യത്തേത് മാതൃഭൂമിയിൽ, ബ്രൂവറിയിൽ കൂടിയാലോചന നടന്നിട്ടില്ല, ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് വി.ഡി. സതീശൻ. അതേ കാര്യം മനോരമ ന്യൂസിൽ ഇങ്ങനെ, വിവാദ മദ്യനിർമ്മാണശാല ആരും അറിഞ്ഞില്ല, ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. മാധ്യമം പറഞ്ഞത് ഇങ്ങനെ, മദ്യനിർമ്മാണ പ്ലാന്റ് അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. റിപ്പോർട്ടർ TV പറയുന്നത് നോക്കൂ, കൃഷി ജലവകുപ്പുകൾ അറിഞ്ഞില്ല, ബ്രൂവറിയിൽ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് വി.ഡി. സതീശൻ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടു എന്നാണ്. സർക്കാർ രഹസ്യമാണല്ലോ ക്യാബിനറ്റ് നോട്ട്. മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും മാത്രം കാണാൻ അനുവാദമുള്ള രേഖ. അത് പ്രതിപക്ഷ നേതാവ് അതിസാഹസികമായി ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി എന്നല്ലേ എല്ലാവർക്കും തോന്നുക. അമ്പട പ്രതിപക്ഷ നേതാവേ എന്നെല്ലാവരും അമ്പരക്കും. സർക്കാർ 7 താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്ന രഹസ്യവും നമ്മുടെ VDSന്റെ കയ്യിൽ എത്തുമെന്ന് സതീശൻ ആരാധകർ വാഴ്ത്തുപാട്ട് എഴുതും. പാവം സുധാകരനെ കൊണ്ട് ഇത് വല്ലതും നടക്കുമോ എന്ന് പുച്ഛിക്കും. പക്ഷേ ആരാധകരെ, അനുയായികളെ, ഒരു നിമിഷം നിൽ. ഇത് രഹസ്യരേഖയൊന്നുമല്ല, നിങ്ങൾക്കും എനിക്കും കിട്ടുന്ന പരസ്യരേഖ. പക്ഷെ ഇതൊരു പൊതുരേഖയാണെന്ന് അധികം ആർക്കും അറിയില്ല, നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും. document.kerala.gov.in എന്ന സൈറ്റിൽ പോയാൽ ഈ സർക്കാരിന്റെ എല്ലാ ക്യാബിനറ്റ് തീരുമാനങ്ങളുടെയും ക്യാബിനറ്റ് നോട്ടും ഉത്തരവും എല്ലാം കിട്ടും. ഈ സൈറ്റിൽ ചെന്നാൽ ആർക്കും ലഭ്യമായ രേഖയാണ് പ്രതിപക്ഷ നേതാവ് രഹസ്യരേഖ പുറത്തുവിട്ടു എന്ന തലക്കെട്ട് ചാർത്തി മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സർക്കാർ ഉത്തരവ്, മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്കുറിപ്പ്, മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പ് എന്ന ക്രമത്തിൽ സർക്കാർ സൈറ്റിൽ പരസ്യപ്പെടുത്തിയ PDF ഡോക്യുമെന്റ്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് താൻ ഇതാ രഹസ്യരേഖ പുറത്തുവിടുന്നേ എന്ന് പ്രതിപക്ഷ നേതാവ് വിളിച്ചു പോകുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇതെടുത്തു വെച്ച് മത്തങ്ങ തലക്കെട്ടാക്കുന്ന മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതേക്കുറിച്ചൊന്നും തങ്ങൾക്കൊരു ധാരണയുമില്ല എന്ന് അവരും സമ്മതിക്കുകയല്ലേ? അത് ശരിയാണോ? ക്യാബിനറ്റ് മീറ്റിംഗിൽ സകല മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ കൂടുതൽ കൂടിയാലോചന വേണമെന്ന് ഏതെങ്കിലും മന്ത്രിക്ക് തോന്നിയാൽ അവരത് പറയുകയും തീരുമാനം മാറ്റിവെക്കുകയും ചെയ്യും. അതൊക്കെ കേരളത്തിൽ എത്രയോ തവണ നടന്നിട്ടുള്ളതാണ്. പണ്ട് ഇതുപോലെ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിന്റെ ഒരു ക്യാബിനറ്റ് നോട്ട് ചർച്ച ചെയ്തപ്പോൾ അന്ന് ധനവും നിയമവും വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി ഒരു കമന്റ് പാസാക്കി. ലോ കണ്ടില്ലല്ലോ എന്നായിരുന്നു ഡയലോഗ്. അതോടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എക്സൈസിന്റെ ക്യാബിനറ്റ് നോട്ട് മടക്കി ലോ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഫയൽ അടുത്ത ക്യാബിനറ്റിൽ വെക്കണമെന്ന് നിർദ്ദേശിച്ചു. അതാണ് ചരിത്രം. കൂടുതൽ ചർച്ച വേണമെങ്കിൽ മന്ത്രിമാർ അക്കാര്യം പറയും, അല്ലെങ്കിൽ ഭേദഗതി നിർദ്ദേശിക്കും. ഇതൊക്കെ എത്രയോ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, പാഴായ അരി ഉൾപ്പെടെ ഉപയോഗിക്കാം എന്നാണ് ക്യാബിനറ്റ് നോട്ട്. പക്ഷെ തീരുമാനം വന്നതോ ബ്രോക്കൺ അരി മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും. മറ്റൊരു മന്ത്രി നിർദ്ദേശിച്ച ഭേദഗതിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ഇങ്ങനെയൊക്കെയാണ് ക്യാബിനറ്റിൽ ചർച്ചയും തീരുമാനങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. ക്യാബിനറ്റ് യോഗം എന്ന് വെച്ചാൽ എല്ലാ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കുന്ന യോഗമാണെന്ന് മാധ്യമ പ്രവർത്തകർക്കെങ്കിലും ധാരണയുണ്ടാകണം. അവിടെ ഏതെങ്കിലും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുമ്പ് കൂടുതൽ ചർച്ചയോ പരിശോധനയോ വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ അത് ആവശ്യപ്പെടുമെന്നും അപ്രകാരമേ തീരുമാനമെടുക്കൂ എന്നും മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ സാമാന്യമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് സർക്കാർ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയ ഒരു രേഖ പ്രതിപക്ഷ നേതാവിത പുറത്തുവിട്ടു എന്നൊക്കെ തലക്കെട്ടു ചാർത്തി ആഘോഷിക്കേണ്ടി വരുന്നത്. അതൊരു ഗതികേടാണ്, അജ്ഞത മൂലമുണ്ടാകുന്ന ഗതികേട്. നമ്മൾ മാധ്യമപ്രവർത്തകർ അജ്ഞതയുണ്ടെങ്കിലും അത് ഭാവിക്കാൻ പാടില്ല. അസംബന്ധം കാണിച്ച് വി.ഡി. സതീശനൊക്കെ വാർത്തകളിലും തലക്കെട്ടിലും ഇടം പിടിക്കുന്നത് ഈ അജ്ഞതയെ മുതലെടുത്തുകൊണ്ടാണ്.